സുഹൃത്തുക്കളെ, പുഷ്പ എന്ന സിനിമ നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു 2-3 സീരിയലൊക്കെ കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. കാരണം സീരിയലൊക്കെ കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് ഓക്കെ ആകും. സിനിമ ഒരു ഫഫയുടെ മാത്രം പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു കിടിലൻ ആക്ടിങ് സ്കില്ലൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരുടെ അഭിനയാന്നറിയോ? നമ്മുടെ സ്വന്തം ചെക്കൻ ഫഫ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ഈ ചങ്ങാതി കഴിഞ്ഞ കൊല്ലം ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ആ നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് കാട്ടിക്കൂട്ടലുകൾ കുത്തിക്കയറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരു 2 ഡാൻസ് ഉണ്ട് എൻ്റെ പൊന്നുമക്കൾ. അതിലൊരു വരാൽ ഫൈറ്റ് ഉണ്ട്. വരാൽ ഫൈറ്റ് 2 കയ്യോ കാലൊക്കെ കെട്ടിയിട്ടിട്ട് ആള് കുറച്ച് വരാലിൻ്റെ പോലത്തെ കുറച്ച് പെടഞ്ഞുകൊണ്ടൊരു അടിയുണ്ട്. അതിന് ഞാൻ ഇട്ട പേരാണ് വരാൽ ഫൈറ്റ്. എന്തായാലും കൊള്ളാം കേട്ടോ. പൈസ പോകുന്നത് ശരിക്ക് ഒരു വെള്ളത്തിലിറങ്ങി ഒരു വളി ഇടുകയാണെങ്കിൽ നമുക്ക് കുമിളെങ്കിലും കാണാന്ന് പറഞ്ഞ പോലെ. ഇത് അങ്ങനെ ഒന്നല്ല, അലമ്പ് പടം. പക്ഷെ എന്താടോ, ആ പുഷ്പ 1 ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റിയൊക്കെ ശരിക്കും ഇന്നത് ഭയങ്കര മോശമാക്കിയിട്ടുണ്ട്, വളരെ മോശമാക്കിയിട്ടുണ്ട്. നിന്റെ ഇയാളെ കാണിക്കണ സീനാണ് രസം. എൻ്റെ പൊന്നു, സഹിക്കൂല. 42 ദിവസം ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ട് നേരെ കൊടുത്തിട്ട് ജപ്പാനിലാണ് കാണിക്കണത്. തുടക്കത്തിൽ തന്നെ ഒരു ഇതിലാണ്ട് കൊണ്ട് ഇടുന്നുണ്ട് ആ മരത്തോടുനെ. അതായത് ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 500, 200, 300 കോടി എന്നൊക്കെ പറഞ്ഞ വെറും പുഷ്പം. പുഷ്പ 2 വെറും പുഷ്പമായിട്ടാണ് പൈസക്കൊന്നും ഒരു വിലയില്ല. ലുക്കിനാണെങ്കിൽ ഒരു കുറവുമില്ല. എന്താ ലുക്ക്? പാനി കൺട്രി ലുക്കും വെച്ചിട്ട് എന്താ പുഷ്പയുടെ കാട്ടിക്കൂട്ടല്. ഞാൻ സത്യം പറയട്ടെ, ഈ സിനിമയിലെ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ, പുഷ്പയ്ക്ക് വെറും പുഷ്പമാണ്, പുഷ്പം. പിന്നെ എന്തിനാണ് ഈ സിനിമ ഇനിയും വലിച്ചു കിട്ടുന്നത്? 3-ാം ഭാഗത്തേക്ക് കൊണ്ടു നിർത്തുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് സീരിയൽ കാണുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് എനിക്ക് പല സ്ഥലങ്ങളിലും തോന്നിയിട്ടുള്ളത്. സിനിമയുടെ അവസാനം എത്തിക്കുമ്പോഴാണ് കോമഡി. പെട്ടെന്ന് തന്നെ എഴുതി കാണിക്കും, പടം കഴിഞ്ഞാ ഇതെന്ത് സംഭവം. ഫഹദ് ഫാസിലിൻ്റെ ഒരു ആത്മഹത്യയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ആത്മഹത്യയാണോ ഇനി എന്ത് തേങ്ങാക്കൊലയാണെന്ന് അറിയില്ല. സസ്പെൻസ് ഒരു വല്ലാത്ത സംഭവമാണല്ലോ. ഈ സിനിമയ്ക്ക് അവസാനം ഒരു ബോംബും പൊട്ടിച്ചിട്ട് എല്ലാം തകർക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. എൻ്റെ പൊന്നോ, ഈ സിനിമ കാണാൻ പോകുന്ന ആളോട് എനിക്ക് പറയാനുള്ള ഒരുപാട് സംഭവങ്ങൾ തലേ കയറ്റിച്ച് പോകരുതേ. ഇതൊരു ഊളപ്പടം, പക്ക ഊളപ്പടം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ടിക്കറ്റൊക്കെ 3-4 ദിവസം മുമ്പ് എടുത്തിട്ട് ചെക്കന്മാർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കും. മോനെ ടിക്കറ്റ് എടുത്തിട്ടാ മോനെ അടിപൊളി, ഇനിയിപ്പോൾ ഞാൻ വന്ന് കഥ പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയൊക്കെ ആയിരുന്നു. പടത്തിന് പോണ മുന്നേ കുറച്ച് സുഹൃത്തുക്കളിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ പടം പോയി കണ്ടിട്ട് വെറുതെ മൂഞ്ചാൻ നിൽക്കണ്ട. ഇവരുടെ ഹൈപ്പ് കാണുമ്പോൾ തന്നെ ഒരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ അന്നേ പറഞ്ഞു, ഇന്നലെ പറഞ്ഞതാ. ഇന്ന് പോയി കണ്ടപ്പോഴാണ് അറിയണത് ഹൈപ്പിൻ്റെ ഒരു കോപ്പുമില്ല, ഒരു മാങ്ങാത്തൂലില്ലാത്ത പടം. ഫഫ പൊളി. നമ്മുടെ ചെക്കൻ പോയിട്ട് തിമിർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ കോമഡിയാണ്. ഒരു ലോജിക്കും ഇല്ല. ലോജിക്ക് അങ്ങേയറ്റ ഒരു ലോജിക്കും ഇല്ല. ഇങ്ങനെ തുരുതുരാ വെടിവെച്ചാലും അല്ലൂർജിൻ്റെ മേത്ത് ഒരു റെഡി പോലും കൊള്ളൂല. അതൊന്നുമല്ല മോനെ, ഒറ്റ കൈ കൊണ്ടൊക്കെ ഓരോ ആളുകളങ്ങനെ തൂക്കി പിടിക്കേണ്ട സാധനം ഉണ്ട്. പിന്നെ തെലുങ്കന്മാർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ നിലവിലുള്ളതാ. പിന്നെ സാരിൻ്റെ പൊന്നോ, സാരി ഇട്ടിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതിൽ 1-ാമത്തെ സാരി ഫൈറ്റിൽ ദൈവം കയറിയ കാളിമർദ്ദനൊക്കെ പോലെ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് 2-ാമത്തെ ഒരു സാരി ഫൈറ്റാണ് വരാൽ. വരാലിൻ്റെ അതിമാസ്മരികമായിട്ടുള്ള ഫൈറ്റ് സീന്. എനിക്ക് ഉറപ്പാണ് ട്രോളന്മാർ ഊക്കി 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 ഒരു വിധവും തിയേറ്ററിൽ ഇരുന്ന് പൂക്ക് വിളി. ആകെ കയ്യടി കിട്ടിയത് നമ്മുടെ ചെക്കന് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം അത് ഊള. പിന്നെ എന്താണ് നായികയുടെ പേരെന്താണ്? മന്ദാന. എന്താണ് കാട്ടിക്കൂട്ടുന്നത്? പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് വൃത്തികേട്. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് തെലുങ്ക് സിനിമകളിലെ പ്രത്യേകത കേട്ടോ. ഇവരുടെ ശരീര പ്രദർശനത്തിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഈ സിനിമയിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ പെൺകുട്ടിയെ വെച്ചിട്ട് അങ്ങനെ ഒരേ സാധനങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പുഷ്പ 1 വില്ലന്മാരെ പോലും ഒരു വിലയില്ല. പുഷ്പ 2 എത്തുമ്പോൾ വില്ലന്മാരൊരു വിലയില്ല. വില്ലന്മാരെ വേണ്ടത് ഇവന്റെ ഷോ മാത്രം കാണിച്ചാൽ മതി. കുറേ ഡയലോഗുകൾ. ഇപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെയില്ല, ഇവരെ ഇങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ചും കൂടി വെറൈറ്റി ഉണ്ട്. പിന്നെ അവളുടെ കാലെടുത്തുകൊണ്ട് ഇങ്ങനെ ആക്കല്. പൈസ കൊണ്ടുപോയി കളയാൻ ആഗ്രഹമുള്ളവർക്ക് പോയി പടം കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പാട്ടൊക്കെയാണ് കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളത്തിൽ പാട്ട് ഇതാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ സംഭവമാണ്. ചെറിയ ട്രാക്ക് കേട്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ ഈ പാട്ടൊക്കെ കുത്തിക്കയറുന്ന പരിപാടി, കുറെ ഡാൻസ് വേണം, കുറെ ഫൈറ്റ് വേണം, കുറെ എന്തൊക്കെയോ വേണം എന്നുള്ള ആ ഒരു എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ സാധനം. ഇത് ഉറപ്പാണ് അല്ലു അർജുന് അടുത്ത നാഷണൽ അവാർഡ് കിട്ടും. കാരണം ആ ഒരു രീതിയിലാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ് വശം ഇരിപ്പ് വശം. അതിനുവേണ്ടി മനഃപൂർവ്വം എന്തൊക്കെയോ കുത്തി വെച്ചിട്ടുണ്ട്. ഒരു ലോജിക്കും ഇല്ല.
ഒറ്റ ലോജിക്കില്ല. രക്തചന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 ടണ്ണ് രക്തചന്ദനാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. 2000 ടണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ അവന് വലിയ മരക്കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് ഞാൻ ഇന്ന ദിവസം ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് ഫഫയെ. അപ്പൊ നമ്മൾ വിചാരിക്കും ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോവുക, ഇത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുക ലോഡ് വേറെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെന്ന്. അതായത് ഒരൊറ്റ രാത്രി പോലും സമയമില്ല, അപ്പോഴത്തേനും ഈ ലോഡ് മുഴുവൻ കാളവണ്ടി അയക്കണ്, കാളവണ്ടി ഉണ്ടാക്കി കയറ്റി. അതാണ് ലോജിക്ക്, ഒന്നുമില്ല. ലമ്പ് വേറെ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ഡയലോഗുകൾ. ഓക്കെ, നിങ്ങൾ പടം പോയി കാണുക. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും ഇതൊക്കെ തന്നെ കമന്റ് ഇടാണ്ടാവുക. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.